ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈം ഉള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച്. രേണുസുതി. ബൈ. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു രേണുസുതി കണ്ടന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞോ, നമ്മുടെ രേണുസുതി പുതിയൊരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടോ, അതായത് ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ വഴി എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോ ഒക്കെ കാണിക്കാൻ തുടങ്ങി ലൈവായിട്ട്. അപ്പോൾ അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിഷാനയും നിമിഷ ബിജോയൊക്കെ യൂട്യൂബിൽ ചെയ്യുന്നില്ലേ മെമ്പർഷിപ്പ് ലൈവ്, ഇൻസ്റ്റഗ്രാമിൽ അതിന് അതുപോലെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സബ്സ്ക്രിപ്ഷൻ വഴി. അതായത് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ പൈസ എക്സ്ട്രാ മുടക്കി സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അവരുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവുകളും വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. ആ പരിപാടി രേണുസുതിയും തുടങ്ങി. ഇനിയിപ്പോൾ വേറെ വഴിയില്ലല്ലോ, കാരണം റീച്ചൊക്കെ ഏകദേശം തീർന്നു. ഇനിയിപ്പോൾ അധികം ആളൊന്നും ഒന്നിനും വിളിക്കാനൊന്നും സാധ്യതയില്ല. ഇത്രയൊക്കെ റീച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചാലേ വല്ല വരുമാനവും കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയ രേണുസുതി നമ്മുടെ നിഷാനയെയും നിമിഷ ബിജുവിനെയൊക്കെ പോലത്തെ മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞോ? എക്സ്ക്ലൂസീവായിട്ടുള്ള ലൈവൊക്കെയാണ്. എന്തായാലും ഇതിനെതിരെ ആൾക്കാരൊക്കെ പ്രതികരിച്ച് രംഗത്തേക്ക് വരുന്നുണ്ട്. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. അല്ല ചേച്ചി, ഈ സബ്സ്ക്രിപ്ഷൻ ഇവിടെ കാണിക്കാത്ത എന്തോ ഉള്ളത് ഇനി അവിടെ കാണാനായിട്ട്? ആ സബ്സ്ക്രിപ്ഷനകത്ത് ആകെ പോകെ 25-30 കിലോ വരുന്ന എല്ലും തോലിനകത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തൊടയും മടയും ഒക്കെ ചേച്ചി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി കാശ് കൊടുത്ത് കയറി വന്നങ്ങോട്ട് അതിനകത്ത് കാണാൻ വേണ്ടി എന്തോ ആയിരിക്കുന്നേ? നമ്മള് ഒരു സൂവില് പോയിട്ട് നമ്മൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആ സൂവിനകത്ത് കയറണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണണം. ആഫ്രിക്കൻ ചിമ്പാൻസികളോ, ആഫ്രിക്കൻ ആനക്കോണ്ടയോ, ആഫ്രിക്കൻ ജിറാഫുകളോ, അങ്ങനെയുള്ള കൗതുകകരമായിട്ടുള്ള ബെഡ ഐറ്റംസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് കാശ് കൊടുത്ത് കയറി കാണാൻ ഒരു കൗതുകം തോന്നും. അല്ലാതെ ഈ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഈ പല്ലീനെയൊക്കെ കാണാൻ, പല്ലീനെയും പാറ്റാനെയും പഴുതാരേനെയും കാണാൻ വേണ്ടി ആരെങ്കിലും കാശും കൊടുത്ത് അകത്തോട്ട് കയറുമോ? ചേച്ചി കാണിക്കാനും കാണാനും ഉള്ളതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉള്ളത് കാണിച്ചിട്ടുണ്ട്. ഈ കാശ് കൊടുത്ത് കയറി വന്ന് കാണാൻ വേണ്ടിയുള്ള അത്ര ദാരിദ്ര്യം പിടിച്ചവന്മാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും അല്ലേ? അയ്യോ, എല്ലാം എന്റെ സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണേ ഒരു റിലാക്സേഷൻ ഉള്ളത്. കണ്ടല്ലോ, ആൾക്കാരൊക്കെ നല്ല രീതിയിൽ എടുത്ത് വെച്ച് ഊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അമ്മാതിരി വൃത്തികേടാണല്ലോ ഇവള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ അവസാനം ഇനിയിപ്പോൾ മെമ്പർഷിപ്പും അതുപോലെ സബ്സ്ക്രിപ്ഷൻ വഴിയൊക്കെ ഇവളുടെ ഹോട്ടായിട്ടുള്ള വീഡിയോസ് കാണിക്കാൻ തുടങ്ങിയിരിക്കുക. ഇപ്പോൾ ഈ ഒരു സഹോദരൻ പറഞ്ഞ പോലെ തന്നെ ഇനി എന്തുവാ കാണാനുള്ളത്? കാണിക്കാനുള്ളതൊക്കെ ഓൾറെഡി എല്ലാവരെയും നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. വടയാണെങ്കിലും ക്ലീവേജ് ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ. ഇത്രയും ദാരിദ്ര്യം പിടിച്ചവൻ ആരായിരിക്കും? ഇവളുടെ ഈ എക്സ്ക്ലൂസീവ് കണ്ടൻ്റൊക്കെ പൈസ മുടക്കി പോയി കാണാൻ പറ്റുന്നത് ഏതവനായിരിക്കും ആ ദാരിദ്ര്യം പിടിച്ചവൻ? അയ്യോ, എന്തായാലും സോഷ്യൽ മീഡിയയ്ക്ക് ഒരു റെസ്റ്റ് ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇവളുടെ അപരാധം ഇനി കാണണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവളുടെ അപരാധം കാണണം എന്നുള്ള ആഗ്രഹം ഉള്ളവർ സബ്സ്ക്രിപ്ഷൻ പൈസ എക്സ്ട്രാ മുടക്കി ചാർജ് ചെയ്തിട്ട് പോയി കാണട്ടെ. എന്തായാലും ഇതൊരു നല്ല തീരുമാനമായിരുന്നു. ഇതിവളെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ
ഇത്രയും നെഗറ്റീവ് ഇവൾക്ക് വരില്ലായിരുന്നു. കാരണം ഇവളെയൊക്കെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ. ഈ നിഷാനയൊക്കെ ചെയ്യുന്ന പോലെ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് ജീവിക്കാൻ ഇവളെയൊക്കെ കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നല്ല രീതിയിൽ അന്തസ്സായിട്ടൊന്നും ഇവളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിൽ വല്ല വ്ലോഗുകളോ വീഡിയോസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം വരുമാനം കിട്ടും. പക്ഷെ അവൾക്ക് അതൊന്നും പറ്റത്തില്ല. അവൾക്ക് ഇതുപോലെ സ്വന്തം ഇതുപോലെയൊക്കെ പ്രദർശിപ്പിച്ച് നടന്നാൽ മാത്രമേ ഇവക്ക് വരുമാനം കിട്ടുള്ളൂ. ഇവക്ക് അത് മതി. ഇവക്ക് നല്ല രീതിയിലുള്ള പൈസയൊന്നും ഇവക്ക് വേണ്ട. ഇമാതിരി നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുക, അതിൽ നിന്ന് പണം ഉണ്ടാക്കുക, അതാണ് ഇവള് ചെയ്യുന്നത്. വട കഴിച്ചിട്ടില്ല. വട കാണുന്നുണ്ടോ നോക്കട്ടെ. വട കഴിച്ചിട്ടില്ല, വട കാണുന്നുണ്ടോ നോക്കട്ടെ. ഇന്നത്തേക്കുള്ള എന്നെ കൊണ്ടേ പറ്റും. ഈ രേണുസുധിയുടെ വീഡിയോ ഞാൻ കാണാറുണ്ട്. പല വീഡിയോക്ക് റിയാക്ഷൻ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ പിന്നെ വേണ്ട എന്തിനാണ് നമ്മൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ വന്ന് നാക്കിനെല്ലില്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഇവരുടെ സംസാരവും. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും കുഞ്ഞുങ്ങളായിട്ടുള്ള ആളുകളും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ ഉള്ളതാണ്. അവർക്ക് ആർക്കും കേൾക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെയാണ് ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ. അപ്പം സുധി എന്ന് പറയുന്ന നല്ലൊരു കലാകാരൻ, നല്ലൊരു കൊമേഡിയന്റെ ഭാര്യ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു സെന്റിമെന്റ്സ് എല്ലാവർക്കും നിന്നോടുള്ളത് കൊണ്ടാണ് നീ ഈ ലെവലിലെത്തിയത്. അതുകൊണ്ട് അത് നീ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലാണ് മുന്നോട്ടെങ്കിൽ നിന്നെ ഉയർത്തിയ ജനങ്ങൾ തന്നെ താഴ്ത്തിയിരിക്കും. കണ്ടല്ലോ, ഇവളെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ പോലും ഇപ്പം ഇവളെ ഇങ്ങനെയാണ് പറയുന്നത്. കാരണം ഇവളുടെ വായിൽ നിന്ന് വരുന്ന സംസാര രീതി, അതായത് എല്ലാം ഡബിൾ മീനിങ്ങിലാണ് ഇവൾ സംസാരിക്കുന്നത്. വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവൾ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, എൻ്റെ വട കാണുന്നുണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ എന്ന്. അപ്പോൾ ഇവൾക്ക് അറിയാം നെഗറ്റീവ് റീച്ച്, അതായത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഇവളെ ആൾക്കാർ നെഗറ്റീവ് പറയത്തുള്ളൂ, അങ്ങനെ മാത്രമേ ഇവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് നന്നായിട്ട് അറിയാം. അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പ്രഹസനങ്ങളാണ്. കൂടെ അഭിനയിക്കുന്നവരുടെ തോളെ കയറുക, അവരുമായിട്ട് വേണ്ടാത്ത രീതിയിൽ അഭിനയിക്കുക. ഷൂട്ടിങ്ങിൽ, അതായത് ആൽബത്തിലുള്ള സീനൊന്നും അല്ല, അല്ലാതെ തന്നെ നിന്നിട്ട് ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവൾ മനഃപൂർവ്വം അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുവാണ്. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവളുടെ ഈ അപരാധം കാണണം എന്നുള്ളവർ പോയി എക്സ്ട്രാ പൈസ മുടക്കി സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാം കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ യൂട്യൂബിലും മെമ്പർഷിപ്പ് ലൈവും ഒക്കെ തുടങ്ങുമായിരിക്കും. കാരണം ഇനിയിപ്പോൾ അവളെ കൊണ്ട് അതിനെ പറ്റത്തുള്ളൂ, അല്ലാതെ ഈ ഒരു റീച്ചൊന്നും അധികം നാളെ ഇവക്ക് കിട്ടാൻ പോകുന്നില്ല. എടാ മോനെ, പല്ലിയെ കൊന്നാലും കേസുണ്ടടാ. നിനക്ക് മുകളിലൊരു ആളുണ്ടല്ലോ, എന്താ പറയാ, ദൈവം എന്ന് പറയുന്നത്. എന്തിനാ വെറുതെ പല്ലിയെ തല്ലിക്കൊല്ലുന്നത്? അതെന്തെങ്കിലും ഉപദ്രവം നിനക്ക് ചെയ്തു? നീ ഉദ്ദേശിച്ച എന്നെയാണല്ലോ, ഞാനാണല്ലോ നിന്റെ പല്ലി. എടാ കോപ്പേ, നീയൊക്കെ പല്ലിന്ന് വിളിക്കുന്നുണ്ട്, എന്നെ പറയാത്ത അപരാധങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞോ, പുല്ലേന്നും കോപ്പയെന്നൊക്കെ നിന്റെ പെണ്ണുമ്പളുണ്ട് വീട്ടിൽ, അവളെ ചെന്ന് വിളിച്ചോളാം കേട്ടോടാ മറ്റവൻ.